ഗിരീട്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ മഞ്ജു? സ്വപ്ന ഇന്നലെ കൂട്ടുകാരിയെ കാണാൻ വേണ്ടിയെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പക്ഷേ അവള് പോയത് ആ സഞ്ജയെ കാണാന്. നിന്നോട് ആരേത് പറഞ്ഞത്? സ്വപ്ന തന്നെയാ. ഗിരീട്ട, പിന്നെ ബഹളത്തിൽ നിന്ന് പോവല്ലേ. വീട് മഞ്ജു. ഗിരീട്ട, എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയിക്കോളൂ. ഇപ്പൊ ഈ വിഷയം എടുത്തിട്ട് ബഹളം വെച്ച അമ്മയ്ക്ക് ദേഷ്യം വരും. അവരുടെ മുമ്പിൽ നമ്മളായിരിക്കും കുറ്റക്കാര്. പിന്നെ അവള് ചെയ്യുന്നത് കണ്ടിട്ട് വെറുതെ നോക്കി നിൽക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്ത് ചെയ്യാനാണ് പോകുന്നതെങ്കിലും ഒരു മയത്തിൽ വേണം. നമ്മുടെ ഉദ്ദേശം സ്വപ്നയെ നന്നാക്കുകയാണ്, നോവിക്കല്ല. അവളെ തെറ്റുകാരിയാക്കി എല്ലാവരുടെ മുമ്പിൽ കാണിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അവളുടെ അടുത്ത് മയത്തിൽ വിഷയങ്ങൾ പലതവണ ഞാൻ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും സമാധാനത്തിൽ സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് അങ്ങനെ തന്നെ സംസാരിക്കണം. ഗിരീട്ട, ഗിരീട്ട നിക്ക്. ഗിരീട്ട, നിക്ക്, ഞാൻ പറയട്ടെ. ഗിരീട്ട, ഗിരീട്ട ബഹളം വെക്കല്ലേ. സൗമ്യമായിട്ട് സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്. അവളുടെ തലയിൽ കയറിയോ? ആ, ചിലരെടുത്ത് മാന്യമായിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഗിരീട്ട, എന്താ വേണ്ടേ? നീ ഇന്ന് എവിടെയാ പോയത്? പാര വെച്ചല്ലേ? നിനക്കിപ്പോ സന്തോഷമായോ? ഇവളെന്ത് ചെയ്തു എന്നാ നീ പറയുന്നത്? നിന്റെ കയ്യിലിരിപ്പ് എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി. ആ ഒരു തെറ്റ് മാത്രമേ മഞ്ജു ചെയ്തിട്ടുള്ളൂ. എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇവള് നമ്മളെ കുടുംബത്തെ പിരിക്കാൻ വേണ്ടി മാത്രം വന്നവളാ. എന്റെ കുറ്റം ചേട്ടനോട് പറഞ്ഞ് ഞങ്ങളിൽ നിന്ന് ചേട്ടനെ അകറ്റുവാണ് ഇവളുടെ ലക്ഷ്യം. എന്തൊക്കെയാ സ്വപ്ന നീ പറയുന്നേ? നിന്നെ കുറിച്ച് ഗിരീടിനോട് ഒരു അക്ഷരം പോലും പറയാതെ ഇരുന്നേനെ. നീ സ്വയം തിരുത്തുന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായാൽ മാത്രം മതിയായിരുന്നു. പക്ഷേ നീ തെറ്റ് തിരുത്തില്ലെന്ന് മാത്രമല്ല, ആവർത്തിക്കുമെന്നും പറഞ്ഞു. ഇനി ഞാനിത് ഗിരീടിനോട് പറഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ നീ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയാ ഞാൻ അറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഗിരീട്ടനോട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്കുണ്ടാവും. അതുകൊണ്ട് മാത്രം ഞാൻ ഗിരീടിനോട് എല്ലാം പറഞ്ഞത്. അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ സമ്മതിച്ചേനെ. അതിനിപ്പോ എന്താ? കൂടുതൽ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നിങ്ങൾ തമ്മിൽ പ്രേമിക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത് ഞാൻ തന്നെയാ. നിനക്ക് ഈ വീട്ടിൽ കിട്ടിയ അമിതമായ സ്വാതന്ത്ര്യവും ലാളനയുമാ നിന്റെ സ്വഭാവം ഇങ്ങനെ ആക്കി തീർത്തത്. പക്ഷേ ഇനിയും ആ തെറ്റ് ഞാനും അമ്മയെ ആവർത്തിക്കുമെന്ന് നീ കരുതണ്ട. അതിന്റെ ആദ്യ പടിയായിട്ട് ഇന്ന് മുതൽ ഇതെന്റെ കയ്യിലിരിക്കട്ടെ. എന്താ ഇവിടെ ഒരു ബഹളം? ഗിരീട്ടൻ എന്റെ ഫോൺ തട്ടിപ്പറിച്ചെടുത്തു. നിങ്ങളെന്താ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ പോലെ പെരുമാറുന്നത്? ഇവളെന്റെ പെൻസിൽ എടുത്തു, അവൻ എന്റെ റബ്ബർ എടുത്തു. അതുപോലെ വഴക്കിടാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഗിരീട്ടന് ഫോൺ തിരിച്ചു തരില്ലെന്ന് പറഞ്ഞത് ആണോടാ? അതെ അമ്മേ, ഈ ഫോൺ കയ്യിൽ വെച്ച് ഇവള് പഠിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് തന്നെ മണ്ടത്തരവാ. അതുകൊണ്ട് ഇനി ഇവള് തോറ്റുപോയ എല്ലാ പരീക്ഷയും എഴുതി പാസ്സാവാതെ ഞാൻ ഈ ഫോൺ ഇവൾക്ക് തിരിച്ചു കൊടുക്കുന്നില്ല. ഇത് തട്ടിപ്പറിച്ചെടുക്കാൻ ഗിരീട്ടന് എന്ത് അവകാശമുള്ള? ഇത് എന്റെയാ. ഇവള് പറഞ്ഞത് ശരിയല്ലേ മോനെ? ഇത് ഇവളുടെ അല്ലേ? ശരിയാ, ഇത് നിന്റെ തന്നെയാ. ഇത് ഞാനല്ല നിനക്ക് വാങ്ങി തന്നത്. ഇതിന് 1,00,000 രൂപയുടെ അടുത്ത് വില വരില്ലേ? ഇത്രയും കാശ് നിനക്ക് എവിടെന്നാ കിട്ടിയത്?